ഒരു ബുദ്ധിമുട്ടില്ലാതെ എത്തിച്ചത്. പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അത് എങ്ങനെയാണെന്നല്ല, ഇപ്പം ഇവര് പറഞ്ഞ പോലെ തന്നെയാണ്. ഇതാണ് ഒരു എനർജി. ഇത് പുസ്തകം എഴുതാനുള്ള ഒരു ഉത്തേജനം അത് തന്നെയാണ്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വരാതിരിക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും അവർ വരാതിരുന്നതുകൊണ്ട് ഞാൻ എഴുതി നിർത്തുന്നുണ്ട്. അതൊന്നും ഞാൻ തോന്നുന്നില്ല അല്ലേ? അതുണ്ടാവാൻ കാരണം ഞാൻ അവരെ കണ്ടിട്ടല്ല ഞാൻ എഴുത്ത് തുടങ്ങിയത്. ഞാൻ എന്നെ മാത്രം കണ്ടിട്ടാണ് ഞാൻ എഴുത്ത് തുടങ്ങിയത്. അത് ഒരു വല്ലാതൊരു ബിസിനസ്സിൽ നിന്നും ഇതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ 3 അക്ഷരം എന്നുള്ളത്, ആ 3 അക്ഷരം എന്നുള്ളതിന് ഒരു വഴികാട്ടിയെ കാട്ടിയ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് പോയി. എന്റെ കസിൻ തന്നെയാണ് ദേവേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. അയാൾ പല ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് എന്റെ പുസ്തകത്തെ കുറിച്ച്. ഈയിടെ എഴുതിയ ഈ പുസ്തകത്തിന്റെ ചെറിയൊരു റിവ്യൂവരും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞാണ് അക്ഷരമണ്ഡലം 3 അക്ഷരങ്ങൾ എനിക്ക് കാണിച്ചു തന്നതിൽ ഒരാളാണ്. അതുകൊണ്ട് ഇവിടെയുള്ള സോക്കോൾ എഴുത്തുകാർ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, ഞാൻ സത്യമായിട്ടും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അല്ലെ ഞാൻ വിജയിക്കേണ്ട ആവശ്യമുണ്ടല്ല, നിങ്ങൾ വളരില്ല എന്നുള്ളത് ഒരിക്കലുമില്ല. അതൊരു മിഥ്യാധാരണയാണ്. ഞാൻ ഇല്ലെങ്കിൽ നാളെ എന്താകും, അതൊരു വലിയൊരു വാക്വമാകുമോ എന്നൊരു സംശയം പലർക്കുണ്ടാവും. അത് ഒരു മറ്റേ സംശയമാണ്. ഞാനൊരു കാര്യം പറഞ്ഞില്ല, ഒരാൾക്ക് വില കൂടി ഒരു ഉടുപ്പ് ഒരാൾ സമ്മാനിച്ചു. അയാൾ നല്ല രീതിയിൽ നല്ല ഒരു തരക്കേടില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്ന മനുഷ്യനായിരുന്നു. അയാൾ വില കൂടി ഒരു ഗൗൺ സമ്മാനിച്ചു, നല്ല ഉടുപ്പ്. അപ്പൊ അതിനുശേഷം ഞാൻ ഇട്ട ഗൗണും അവിടെ ഇരിക്കുന്ന ചെയറും അത് മാച്ച് ആവുന്നില്ല. ഇത് വളരെ വില കൂടിയത്, അത് വളരെ വില കുറഞ്ഞത്. അങ്ങനെ അയാൾ പലതും കമ്പയർ ചെയ്യാൻ തുടങ്ങി. അയാളുടെ വീട്ടിലെ അയാളുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കളുമായി കമ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നതെല്ലാം ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ വളരെ വില കൂടിയതാണ്, പക്ഷേ അതെല്ലാം വളരെ ചീപ്പാണ്, താഴ്ന്ന നിലയിലുള്ളതാണെന്നുള്ള ബോധം വരാൻ തുടങ്ങി. അയാൾ ഓരോന്നോരോന്നായി വിൽക്കാൻ തുടങ്ങി, കൊടുത്തു ഒഴിവാക്കാൻ തുടങ്ങി. കാരണം എന്റെ കയ്യിലിരിക്കുന്ന ഉടുപ്പിനോളം അതിന് കമ്പയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അയാളെല്ലാം അവസാനം വിറ്റു തുടച്ചു. അവരുടെ ഉടുപ്പുണ്ട്, ആ ഉടുപ്പാണ് നമ്മളെല്ലാം ഓരോരാളുടെയും അഹങ്കാരം. ആ ഉടുപ്പ് നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ കാണില്ല. ഇവിടെ ഇരിക്കുന്ന സോപ്പാട് റൈറ്റേഴ്സ് ചില സമയത്ത് മേലെ ഇരിക്കുമായിരിക്കും. അവരൊന്ന് താഴോട്ട് നോക്കുക. താഴോട്ട് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് നമ്മളെ കൂടെ ഇരിക്കുന്ന ഒരുപാട് വളരാൻ വഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെ കാണാതിരിക്കുക എന്നതാണ് അവർക്കൊരു സുഖം. ആ സുഖം അവർക്ക് ഒരുപക്ഷെ നമ്മുടെ നാളെ അറിയായിരിക്കും, പക്ഷെ അവർക്കൊരു സുഖമായിരിക്കും. പക്ഷെ കൈകൊണ്ട് പുറത്തേക്ക് ഇട്ടിട്ട് അല്ലെ, 2 കൈകൊണ്ട് വെളിയിലിട്ടിട്ട് നമ്മൾ സവാള കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആളുകളൊക്കെ എവിടെയുണ്ട്. അല്ല, വെറും ആക്ഷാപം മതി. ആ ഗ്രേറ്റ് ഒന്നും വേണ്ട. ഗ്രേറ്റ് ഇവിടെയുള്ള ആൾക്കാർ ഉണ്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലുണ്ട് ഗ്രേറ്റ്. ഓക്കെ, അത് വേണ്ട. അതുപോലെ അതുമില്ല ആൾക്കാർ നമുക്ക് കുറെ വെളിച്ചം കാണിച്ചു തന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കാണാതിരിക്കും. അതുപോലെ ബാംഗ്ലൂരിന്റെ ഞാനിപ്പോഴും പറയുന്നതാണ്, നമ്മൾ ബാംഗ്ലൂരിന്റെ മണ്ണും ഓക്സിജനും എല്ലാം ശ്വസിച്ചിട്ട് ബാംഗ്ലൂരിലെ ആളെ കാണാതിരിക്കരുത്. നമ്മളിവിടെ കാണുന്നില്ല, നമ്മളിവിടെ നമ്മുടെ കൂടെയുള്ള ആളുകൾ കാണുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. വെളിയിൽ ഒരാളെ കൊണ്ടുവന്നത് നിങ്ങൾ സനാതനം പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കൂടെ ഒരാള് സനാതനം പഠിച്ചിരിക്കുന്ന സനാതന ധർമ്മം അറിയുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ മനുഷ്യത്വം അറിയുന്ന ഒരാളുണ്ട്, നമ്മുടെ സൗഹൃദം അറിയുന്ന ഒരാളുടെ കൂടെ ഉണ്ട് എന്നറിയുക. അല്ലാതെ നിങ്ങൾ സനാതന ധർമ്മം മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കൂടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കിക്കുക. കൂടെ ഇരിക്കുന്നവരുടെ സാഹോദര്യം, അതിന്റെ സൗന്ദര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഗീതയിൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഗീതയിൽ പറയുന്നതിന് അത് തന്നെയാണ്. ഞാൻ അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്, അക്ഷരങ്ങൾ വായിക്കാൻ തുടങ്ങിയത്, അക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങിയതിന്റെ ഒരു പ്രധാന കാരണം ഭഗവത്ഗീത തന്നെയാണ്. അതിലെ ഇംഗ്ലീഷ് പഠിപ്പ് വായിച്ചു തുടങ്ങിയ ശേഷമാണ് ഞാൻ ഇംഗ്ലീഷിലേക്ക് കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയത്. അത് എങ്ങനെയാണ് എന്റെ സബ്ജക്ട്, എന്റെ വിഷയം മാനേജ്മെന്റാണ്, MBA. അപ്പൊ മാനേജ്മെന്റിലേക്ക് ഈ ഭഗവത്ഗീത എങ്ങനെ അഡോപ്റ്റ് ചെയ്യാമെന്നതായിരുന്നു എന്റെ ഒരു ചിന്തയുടെ ഒരു പാതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം അതിന്റെ മാനേജ്മെന്റാണ്. പുറത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ പലരും ഗീത കണ്ടിട്ട്, ഗീതയിലെ വാക്കുകൾ കണ്ടിട്ട് പറഞ്ഞു കാണും അതിൽ മാനേജ്മെന്റിന്റെ ഒരുപാട് തത്വങ്ങളുണ്ട്. ചാണക്യൻ പറഞ്ഞത് അത് തന്നെയാണ്. ചാണക്യൻ പറഞ്ഞതാണ്, നിങ്ങളെ ബഹുമാനിക്കാത്തടത്ത് നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞതാണ്. അത് ഞാൻ പാലിക്കാറുണ്ട്. നമ്മുടെ വിലതരാത്തവർക്ക് പോകരുത്, പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോയാൽ രീതിയിൽ അവർക്കൊന്നുമില്ല. ഞാനിപ്പോ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഞാൻ നിന്നെങ്കിൽ എന്താകും, ഒന്നും ആയില്ല.
അതുപോലെ തന്നെ അത് തന്നെയാണ് ചാണക്യൻ വേറൊരു രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് പലരും ഉന്നതങ്ങളിൽ എത്തുന്നവർ നമ്മൾ താഴേക്കിടയിലും ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, താഴേക്കിടയിലും ആണുകളുണ്ട് എന്നറിയുന്നത്. അങ്ങനെ അതുകൊണ്ടായിരിക്കും എന്റെ കഥകളിൽ അത്തരം വിഷയങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഇന്ന് പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ, എന്റെ പുസ്തകം ആദ്യം ഓർഡർ ചെയ്ത ഒരാളാണ് അജിത് കോളത്ത്. അത് വേറൊരു സത്യമാണ്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ സുരക്ഷിച്ച് പറഞ്ഞ പോലെ നമ്മൾ അറിയാത്ത ഒരാള് പറഞ്ഞില്ല, നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാത്ത ആൾക്കാർ, ഈ ശിഖണ്ഡികൾ കഴിക്കുന്ന, നമ്മൾ ഡിസ്കാർഡ് ചെയ്തിരിക്കുന്ന, അകറ്റി നിർത്തുന്ന ആൾക്കാർ, അവരുടെ ശക്തി എന്താണ്? അത് എനിക്ക് ആ ശക്തിയെ എനിക്ക് ഈ നോവലിൽ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ശിഖണ്ഡികൾ ഇതിൽ വന്നത് തന്നെ. ഇതിൽ സഹോദരങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ചേട്ടനാണ്, എങ്കിലും അവർ തമ്മിലെ കോൺഫ്ലിക്റ്റ് എന്നിട്ട് അവർ വേറെ സഹോദരിയുണ്ട്. അത് വളരെ അകന്നു പോയിരിക്കുന്ന സഹോദരിയാണ്. അത് നമ്മൾ തുറന്നു കാട്ടാനുള്ള ഒരു അറ്റംപ്റ്റ് ചാനൽ നടത്തിയിട്ടുണ്ട് നമ്മൾ. എന്നിരുന്നാലും ആ കുടുംബത്തോട് നിൽക്കുന്ന സൂര്യനെ ഞാൻ വരച്ചു കാട്ടിയത് നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെയാണ് ഞാൻ വെച്ചത്. അതൊരു സഹോദരൻ മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ മൂത്ത പുത്രൻ മാത്രമായിരിക്കില്ല. അല്ല, നമ്മുടെ കൂടെയുള്ള പലരുമാണ്. നമ്മൾ കാണാതെ പോകും. നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന ആൾക്കാരുണ്ട്. ഒരുപക്ഷെ എന്റെ കൂടെ എന്റെ ഈ പുസ്തകത്തിൽ സഹകരിച്ച ഷൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സലീം ആയിക്കോട്ടെ, ചില കാര്യങ്ങളിൽ എനിക്ക് സഹായം, എനിക്കൊരു സപ്പോർട്ട്, സഹായം ഞാൻ ചോദിക്കുന്ന സഹായം ഫൈനാൻഷ്യൽ തന്നെ ആയിരിക്കണമെന്നുണ്ടോ? ഇല്ല, നമ്മുടെ സഹായം എപ്പോഴും ഒരു സപ്പോർട്ട്. ഇപ്പം രമേശിക്ക് ഒരു വീട് ആവശ്യമെന്ന് അവർ ഞാൻ വീട് എടുക്കുന്നു, അതൊരു എന്താണ്, അതൊരു ഒരു സഹോദരൻ തന്നെയാണ് അത്. അതുപോലെ സപ്പോർട്ട് ചെയ്ത ഈ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ സഹായിച്ച ഷൈനി ഒരാവശ്യമില്ലാതെ ഞാൻ ഷൈനിക്ക് സബ്ജക്റ്റ് അറിയില്ലായിരുന്നു. എന്നിട്ടാണ് ഷൈനി അതിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൈനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതും വേണ്ടാത്തത് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയാം. ശരിയാണ്, എന്റെ എഴുത്തിൽ ഞാനാണ് എഴുതുന്നത്, നിങ്ങളല്ല എഴുതുന്നത്. എനിക്ക് എന്താണ് എഴുതുന്നത്, ഞാനായിരിക്കണം അത് എഴുതുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് നീ ഇതുകൂടെ ചേർക്കണം എന്ന് പറഞ്ഞ് ചേർക്കാൻ ഞാൻ ഒരു പക്ഷേ സന്നദ്ധനാവില്ല, ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് എന്റെ എഴുത്താണ്. അതുപോലെ നിങ്ങളുടെ സംഗീതമാണ്. നിങ്ങളുടെ സംഗീതത്തിൽ ഒരു സാ കൂട്ടുകാരൻ, ഒരു പാ കൂട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യോ? ഇല്ല. ഒരു തബലയിൽ കൂട്ടാൻ അല്ലെങ്കിൽ പ്രസംഗത്തിൽ കൂട്ടാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതുപോലെ ഓരോ എഴുത്തിലും ഇപ്പൊ നമ്മുടെ ഹർഷൻ സാറിനോട് ഒരു തമാശ ഞാൻ പറയുന്നു. ആ തമാശ ഹർഷൻ സാറ് ആ രീതിയിലായിരിക്കില്ല എഴുതുക, അദ്ദേഹത്തിന്റെ രീതിയിൽ വേറൊരു രീതിയിലായിരിക്കില്ല. അപ്പൊ ഓരോരാൾക്ക് ഓരോരോ സ്റ്റൈലുണ്ട്, രീതിയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് പാരവെക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് കുറ്റം പറയാതിരിക്കുക എന്നതാണ്. എനിക്ക് നിങ്ങളെ കുറിച്ച് ഒന്നും നല്ലത് പറയാൻ ഞാൻ നല്ലത് പറയാം. നമ്മുടെ ജവാൻ സാറ് ജവാൻ സാർ പറഞ്ഞത് നമുക്കെല്ലാം അറിയായിരുന്നു. ഒരു മിഷൻ ഫെയിലായ സമയത്ത് കലാം സാർ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കുറ്റം ബ്ലെയിം നമ്മുടെ മേലിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയേണ്ട കുറ്റമാണെങ്കിൽ നിങ്ങൾ സ്വകാര്യമായിട്ട് വിളിച്ചു പറയും, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ വെച്ച് അപ്രീഷിയേറ്റ് ചെയ്യും. എന്നാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ചെയ്യാം. ചീത്ത പറയുകയാണെങ്കിൽ വിളിച്ചുകൊണ്ടേക്ക് പറയാം. ഒരു സിനിമയില് നമ്മുടെ സലീംകുമാർ വിളിച്ചിട്ട് പൊട്ടിക്കുന്നില്ല, പൊട്ടിക്കുന്നില്ല, അതുപോലെ വിളിച്ചു സ്വകാര്യ പൊട്ടിക്കുക, ആരും പറയില്ല, ആരും എതിർക്കൂല, സന്തോഷമായി, രണ്ടുപേരും സന്തോഷം. ഞാൻ കൊടുത്തത് സന്തോഷം, അവർ കിട്ടിയത് സന്തോഷമായില്ലേ? അതുപോലെ നമ്മൾ എഴുതുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എഴുതുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടി എഴുതുക, ഞാനൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണ് എന്ന രീതിയിൽ എഴുതുക. ഞാനൊരു കവർ ഡിസൈൻ ചെയ്യാൻ ഞാനൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണ് ഡിസൈൻ ചെയ്യുന്നത് അറിയണം. അപ്പൊ സിറ്റിസൺ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലതുണ്ടാവാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഡിസൈൻ ചെയ്താൽ അപ്രീസിയേഷൻ ഉണ്ടായി. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഞാൻ തെറ്റല്ല ചെയ്തത്, ഞാൻ നല്ലതാണ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു പുസ്തകത്തിന്റെ കവർ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ സ്വകാര്യ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു കവർ പ്രിന്റ് ചെയ്ത് പബ്ലിസിറ്റി നേടുന്നതല്ല അതിലെ വിജയം. അല്ലെങ്കിൽ ഭാരതത്തിലെ നമ്മൾ തനതായ ധർമ്മവും തനതായ സംസ്കാരവും വികൃതമാക്കിക്കൊണ്ട് എഴുതുന്നതല്ല ഒരു പുസ്തകം. അത് എഴുതട്ടെ, അത് എഴുതിക്കോട്ടെ, എന്നിട്ട് അത് മഹത്തായ കൃതിയാണ് എന്ന് പറയരുത്. അത് മഹത്തായ കൃതിയാണെന്ന് പറയാൻ ഒരുപാടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ എഴുതുന്നത് നല്ലതാണോ,
നാളത്തെ തലമുറയ്ക്ക് ഇത് കൊള്ളാവുന്നതാണോ? അല്ലാതെ സരസ്വതി ദേവിയുടെയോ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെയോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വികൃതമായ ചിത്രം വരച്ച് കൈയടി നേടുന്നതല്ല ഒരു മഹത്തായ കല. നമ്മൾ നേടുന്ന ഒരു സമൂഹത്തിന് നല്ലതായിരിക്കും, സമൂഹത്തിന് നല്ലത് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നാളത്തെ കുട്ടികൾ അത് കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകും. അപ്പൊ നമ്മുടെ എഴുത്തുകൾ നല്ലതിലേക്കായിരിക്കട്ടെ, നല്ലതിലേക്കായിരിക്കട്ടെ, നല്ലത് എഴുതുക എന്നതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. അത് പാട്ടിലായാലും ശരി, ഏത് സംഗീതമായാലും ശരി. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇതുപോലെ ഒന്നും പറയാതെ ഇതിന് ആങ്കറും ഹോസ്റ്റും അല്ലെങ്കിൽ എന്താണ് പ്രാർത്ഥന ചൊല്ലാൻ ഗീത ചേച്ചിയും രഞ്ജിനിയും നമ്മളെപ്പോഴും കൂടി ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. അതുപോലെ ഞാൻ ഓരോ ആളുടെ പേരും പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ സമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മുടെ സമൂഹത്തിൽ ചില സമയത്ത് കാണാത്ത ചിലവരുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടും നടിക്കാത്ത ചിലവരുണ്ട്. നമ്മൾ അവരെ ഒരു കൈ കൊണ്ട് സഹായിച്ചാൽ മതി. അവര് നാളെ പലതും ആവാം. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ മികച്ച ജോലി നേടാം, അല്ലെങ്കിൽ മികച്ച കലാകാരനാവും. നമ്മളൊരു കൈ കൊടുത്ത് സഹായിക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഒരു കാലം കൊണ്ട് ചവിട്ടുകയാണ് ചെയ്തത്. അപ്പൊ തീർച്ചയായും അവർ സമൂഹത്തിൽ വളരുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അവർ നാളെ മുന്നോട്ട് തന്നെ മേലെ തരത്തിൽ കാണാൻ നമ്മൾ താഴോട്ട് അവരെ ചവിട്ടി നിന്നത്, അവർ ചവിട്ടി താഴ്ത്തിയതാണ്. അത് നോക്കാൻ സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരാൾ പറഞ്ഞാണ് നിങ്ങളുടെ കാണണമെങ്കിൽ ഞാൻ പുസ്തകം എന്റെ സ്ഥിതിയായിട്ടുണ്ട്. ഒരു മീറ്റിംഗ് പറഞ്ഞ് 2 മാസമായി, 2 വർഷമായി മീറ്റിംഗ് കൂടിയില്ല. അപ്പൊ ഞാൻ പുസ്തകം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതുപോലെ പുസ്തക പ്രകാശനം നമുക്ക് 1 മണിക്കൂർ നേരത്തെ ആക്കിയിട്ട് ആ മീറ്റിംഗ് കൂടെ ഇതിന്റെ കൂടെ നടത്തുന്നതായിരിക്കും നല്ലത്. അതെ, അതുകൊണ്ട് എല്ലാവർക്കും പാർലമെന്റില് വനിതാ സംവരണം ഇതുവരെ പാസ്സായിട്ടില്ല. മുഴുവൻ സ്ത്രീകളെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയാം, അത് എന്ത് കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, എന്ത് രാഷ്ട്രീയമായാലും ശരി, ഞാനത് പറയാം. ഈ നോവൽ സ്ത്രീ കഥാപാത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതില് മൂസത്തിന്റെ ഭാര്യയായ ജാനകിയായിക്കോട്ടെ, അത് വളരെ ഒരു ക്രൂഷ്യൽ ക്യാരക്ടറാണ് അതില്. അതുപോലെ നമ്മൾ ഈ ശിവണ്ടി പറഞ്ഞിരിക്കുന്നത് അവർ സാരി ഉടുത്തിട്ടാണ് വരുന്നത്, പെൺവേഷത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ ഒരു പെണ്ണായിട്ട് തന്നെ ഞാൻ കൺസിഡർ ചെയ്യുന്നു ഇതിന്റെ ഈ സിറ്റുവേഷനിൽ. അപ്പോൾ അതിന് പ്രധാന കഥാപാത്രം യന്ത്രം ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഉറുക്ക് നൽകേണ്ടില്ലേ. അപ്പൊ അത് ദേവിയായിട്ടുള്ളതാണ്. പല രക്ഷകളും പല ചിത്രങ്ങളും ദേവി യന്ത്രമൊക്കെ കേട്ടിട്ടാണല്ലോ. അതെല്ലാം ദേവി എന്നാണ് നമ്മുടെ ആ ദേവിയിലൂടെ നമ്മൾക്ക് മഹാദേവൻ ഒറ്റ ദൈവമായ ശിവനിൽ എത്താമെന്നാണ് നമ്മൾ പറയുന്നത്. ഒറ്റ ദൈവമാണെങ്കിൽ അത് ശിവനാണ് എല്ലാ യൂണിവേഴ്സിന്റെ സുപ്രീം. ആ സുപ്രീമിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ എപ്പോഴും നടന്ന് ഭഗവാന്റെ വിശിഷ്ടായ ദേവിയുടെ നമ്മൾ എത്താമെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ദേവി സങ്കല്പം ഉള്ളതുകൊണ്ടാണ് സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മൾ കൂടുതൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് അതൊരു വിഷയം. എന്റെ എഴുത്തുകളിൽ പലപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങളെ കൂടുതൽ കാണാം. കുട്ടികളെയും സ്ത്രീകളെയും എന്റെ എഴുത്തുകളിൽ കാണാം. പിന്നെ ഈ പറഞ്ഞ ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകൾ എന്റെ ഒരു സഹോദരനായിട്ട്, ഒരു നല്ല സഹോദരനായിട്ട്, ഒരു വൃത്തിയുടെ സഹോദരനായിട്ട് അവരെന്നെ അതുകൊണ്ട് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇപ്പോഴുള്ളവർക്ക് എല്ലാവർക്കും